അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ചന്ദനക്കുടങ്ങളുടെയും നേർച്ചക്കുടങ്ങളുടെയും അതേപോലെ തന്നെ ഉറൂസ് മഹാമഹങ്ങളുടെയും ആണ്ട് നേർച്ചയുടെയും ഒക്കെ കാലമാണ്. ഖബറിനരികിൽ പ്രാർത്ഥനാ നിർഭരമായ ഒരു സമൂഹം ആ ഖബറാളിയോട് പൊട്ടിക്കരഞ്ഞ് ദുആയിരക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭീമാപ്പള്ളി മുതൽ ഉള്ളാള് വരെ പല സ്ഥലങ്ങളിലും പല കേന്ദ്രങ്ങളിലും ഒക്കെ ആളുകൾ പോകാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറാരാധന അതൊരു വിഗ്രഹാരാധനയാണ്. ഖബറാരാധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ശക്തമായി വിലക്കിയ കാര്യമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها بأرض الحبشة يقال لها ماريا. മാരിയ എന്നറിയപ്പെടുന്ന ഹബിഷ എന്ന പ്രദേശത്തെ ഒരു ആരാധനാലയത്തെ കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലിനോട് സംസ്മരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഫദഖറത് ലഹു മാ റഅതു ഫീഹാ മിന സുവർ. അവിടെ കണ്ട ചിത്രങ്ങളെ കുറിച്ച് ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്തു, ഉലൈക ഖൗമുൻ, ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഉമ്മു സലമ? ഇദാ മാത ഫീഹിമുൽ അബ്ദ്, ഒരു അടിമ മരിച്ചു പോയാൽ, എങ്ങനെയുള്ള അടിമ? അബ്ദു സ്വാലിഹ് ഔ റജുലു സ്വാലിഹ്, നല്ല സ്വാലിഹായ അബ്ദു സ്വാലിഹ് ഔ റജുലു സ്വാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ, ബനൗ അലാ ഖബരിഹി മസ്ജിദ, അവരെന്ത് ചെയ്യും? ആ മനുഷ്യന്റെ ഖബറിനരികിൽ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ ഒരു ആരാധനാ കേന്ദ്രം, ഒരു മസ്ജിദ് ഉണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് ആ ചിത്രം അവിടെ അവർ വരച്ചു വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അങ്ങനെ ചെയ്യുന്നവർ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശക്കാരാണ്. മഹാന്മാരുടെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കുന്നവർ, അവിടെ തീർത്ഥാടന കേന്ദ്രമാക്കുന്നവർ, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നവർ, ചിത്രം വരച്ചു വെക്കുന്നവർ, ഖബറിനെ ആരാധന കേന്ദ്രമാക്കി മാറ്റി അവിടെ സിയാറത്തുകൾ സംഘടിപ്പിക്കുന്നവർ, അവരെ കുറിച്ചല്ലേ റസൂൽ പറഞ്ഞത്? ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശക്കാരായ പടപ്പുകളാണവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഏർപ്പാടുകൾ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെടുത്തി ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പാടില്ല, ഇസ്ലാമിക വിരുദ്ധമാണ്. ഖബറിനരികിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചന്ദനക്കുടമാവട്ടെ, ഉറൂസ് ആകട്ടെ, അവിടെയുള്ള പ്രാർത്ഥനകളാവട്ടെ, സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഖബർ സിയാറത്ത് പഠിപ്പിച്ചത് തുദക്കിറുക്കുമുൽ ആഖിറ, ആഖിറത്തിനെ ഓർക്കാൻ, നമ്മുടെ ആഖിറത്തിനെ ഓർക്കാൻ, മരണത്തെ ഓർക്കാൻ, ദുനിയാവിനോട് വിരക്തി തോന്നാനാണ് സിയാറത്ത് പഠിപ്പിച്ചത്. അത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പോകണമെന്നല്ല. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനങ്ങളിൽ നമുക്ക് പോകാം. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, കുടുംബമിത്രാദികൾ, അടുത്ത ബന്ധുക്കൾ, നാട്ടുകാർ, ഇവരുടെയൊക്കെ ഖബർ കാണുമ്പോൾ നമ്മുടെ നാളത്തെ അവസ്ഥ നമുക്ക് ഓർമ്മ വരും. ഇതിനാണ് ഖബർ സിയാറത്ത് പഠിപ്പിച്ചത്. അതൊക്കെ അട്ടിമറിച്ചിട്ട് ഖബറിന്റെ മുകളിൽ പച്ച പട്ടും കർപ്പൂരവും ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച് വല്ലാത്ത രൂപത്തിൽ തവാഫ് ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിച്ചു. അന്ന ആയിഷത അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, ആയിഷ റളിയല്ലാഹു അൻഹയും അതേപോലെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറയുകയാണ്, ലമ്മാ നസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഫിക യതുർഹു ഖമീസതൻ ലഹു അലാ വജ്ഹിഹി ഫഇദ ഖതമ ബിഹാ കശഫഹ അൻ വജ്ഹിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാകുമ്പോൾ പ്രവാചകൻ തന്റെ മുഖത്ത് ഒരു തുണിയിടുമായിരുന്നു. പ്രയാസം മാറുമ്പോൾ ആ തുണി അല്പം മാറ്റുകയും ചെയ്യും, മുഖം വെളിവാക്കുകയും ചെയ്യും. ആ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, അഹ്ലുൽ കിതാബിനെ നസ്വാറാക്കളെ, യഹൂദികളെ അല്ലാഹു ശപിക്കട്ടെ. കാരണം ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധന കേന്ദ്രമാക്കിയവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ ആരാധന കേന്ദ്രമാക്കുന്ന, തീർത്ഥാടന കേന്ദ്രമാക്കുന്ന, ഉത്സവമാക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. അത് ഷിർക്കിന്റെ ഭാഗമാണ്, ഷിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത്, ലാ തജ്അലു ഖബ്രി ഈദ, എന്റെ ഖബറിനെ ഉത്സവ കേന്ദ്രമാക്കരുത്. വലാ തജ്അലു ഖബ്രി വസന യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കുന്ന വിഗ്രഹമാക്കരുത്. അതുകൊണ്ട് ഖബറാരാധന അത് ഇസ്ലാമികമല്ല. അത് ഏത് സ്വാലിഹിന്റേതാണെങ്കിലും ഏത് നബിയുടേതാണെങ്കിലും അത് ഇസ്ലാമികമല്ല എന്ന ഇസ്ലാമിന്റെ ബാലപാഠം മുസ്ലിം സമുദായം ഉൾക്കൊള്ളണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.